ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൽ ചില വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിക്കും. മുൻകാലങ്ങളിൽ ബി.ജെ.പിക്കില്ലാത്ത തരത്തിലുള്ള നീക്കമായിരിക്കും നടത്തുന്നത്. എന്തായാലും കേരളത്തിലൊന്ന് വേര് പിടിപ്പിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ മുമ്പോട്ട് പോകുന്നത്. അതിന് മുമ്പിൽ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ന്യൂനപക്ഷ സമുദായത്തെ തന്നെയാണ് ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം. ഇത് മാതൃഭൂമിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നതും അതിന് കൃത്യമായ മറുപടി ഉണ്ടെന്നുള്ളതാണ്. അതെ, അദ്ദേഹം ധാരാളം അഭിമുഖങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത അഭിമുഖങ്ങളിലൊക്കെ പറയാത്ത ചില കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിൽ വിജയനാഥ് ചോദിച്ച ഈ ചോദ്യം തന്നെ ക്രിസ്ത്യൻ സമുദായവുമായിട്ട് ഇടപാകി തന്നെ പോകുന്നുണ്ട്, എന്തുകൊണ്ടാണത് എന്ന് ചോദ്യം. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ, പള്ളിയിലുമൊക്കെ പോകുന്നുണ്ട്, എന്താ ഞാൻ പള്ളിയിൽ പോകുന്നത് തെറ്റാണെന്നാണ്. ഇവർ തന്നെയാണ് ബി.ജെ.പി ഒരു ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കാൻ പ്രാദേശികമായിട്ട് മധ്യപ്രദേശിലോ മറ്റോ ജബൽപൂരിലോ ഒക്കെ നടന്ന ചില പ്രശ്നങ്ങൾ, സംശയകരമായ സാഹചര്യത്തിൽ ജനങ്ങൾ ചോദ്യം ചെയ്ത സംഭവങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുവരുന്നത്. ഈ രാജ്യത്ത് സംശയം തോന്നിയ ഒരാളിനോട് പൗരന്മാർക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമില്ലേ? സംശയകരമായ സാഹചര്യത്തിൽ ആദിവാസികളെയും ഗോത്ര വിഭാഗക്കാരെയും ഒക്കെ നടുനോടിലൂടെ അസ്വാഭാവികമായ രീതിയിൽ നയിച്ചു കൊണ്ടുവരുമ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് ചോദിക്കാൻ ഒരു പൗരൻ്റെ പ്രതിബദ്ധതയില്ലേ? അത്രമാത്രമേ സംഭവിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ പൗരന്മാരെല്ലാം കണ്ണുമടിച്ചിരുന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. പ്രതിബദ്ധത വേണ്ട, രാഷ്ട്രത്തോട് കടമ വേണ്ട എന്ന് വരുമോ? നമ്മുടെ ഭരണഘടന അങ്ങനെയല്ലല്ലോ പറയുന്നത്. അവകാശങ്ങളുള്ളതോടൊപ്പം ചുമതലകളുമുണ്ട്. ഒരു വഴി അരികിൽ ഒരു കുട്ടി കിടന്ന് പടഞ്ഞാൽ, ഒരു അപകടം പിടിച്ച ഒരാൾ അവിടെ കിടന്നാൽ എനിക്കിതിനൊന്നും കാര്യമില്ല എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സക്രിയമായിട്ടുള്ള പ്രതിബദ്ധതയുള്ള ഒരു പൗര സമൂഹമായിട്ട് അവർ മാറിയപ്പോൾ അതിനെ വാർത്തയാക്കി എടുത്തുകൊണ്ട് ദേ ക്രിസ്ത്യാനികളെ ഹനിക്കുന്നു എന്ന് അനുപാതത്തിന് അപ്പുറമുള്ള വലിയ വാർത്തകളേക്ക്, അനുപാതത്തിനും അനുതാപത്തിനും അപ്പുറമുള്ള വാർത്തകളിലേക്ക് പല പത്രങ്ങളും പോയി. അങ്ങനെ ക്രൂശിക്കാൻ ശ്രമിക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ക്രിസ്ത്യാനികളോട് നിങ്ങൾ ചേർന്ന് നടക്കുന്നു. നോക്കൂ, എത്ര വൈരുദ്ധ്യമാണ് ആ ചോദ്യം, എന്ത് വിരോധാഭാസമാണ് ഈ ചോദ്യം. ഇദ്ദേഹത്തിന് പള്ളിയിൽ പോകാനും പറ്റില്ല. സംശയകരമായ സാഹചര്യത്തിൽ പള്ളിക്കാരെങ്കിലും കൊണ്ടുപോയി അതും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഈ രാജ്യത്ത് എന്താ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? പൗരന് പൗരാവകാശമില്ലേ? മനുഷ്യാവകാശമില്ലേ? അതോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഓരോന്ന് നടപ്പാക്കുക എന്നുള്ള അവകാശം മാത്രമേ ഉള്ളൂ? അങ്ങനെയല്ല. ഓരോ പൗരനും അവൻ്റെ വിശ്വാസം അനുസരിച്ച് മതം മാറാനുള്ള അവകാശമാണ് നൽകിയിരുന്നത്. നിങ്ങളൊരിനത്തിനെ മാറ്റാനുള്ള അവകാശം നിങ്ങൾക്കാരും തരുന്നില്ല ഈ രാജ്യം. അതാണ് സംഘർഷങ്ങൾക്കിടയാക്കുന്നത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ പോവുക. ആ വിശ്വാസം കണ്ട് ആകർഷനായി വേറൊരാൾ വരുവാണെങ്കിൽ സന്തോഷം, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സിസ്റ്റർ നിവേദിത അങ്ങനെ വന്നതല്ലേ? ക്രിസ്തു മതത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറി വന്നതാണ്. വിവേകാനന്ദൻ ഫോഴ്സ്ഫുള്ളായിട്ടോ എന്തെങ്കിലും ദ്രവ്യം കൊടുത്തോ പണം കൊടുത്തോ ഒന്നും മാറ്റിയെടുത്തതല്ലത് വിശ്വാസം. അങ്ങനെ എത്രയോ പേരുണ്ട്. രമണ മഹർഷിയുടെ, പരമഹംസരുടെ, പരമാനന്ദ യോഗിയുടെ ഒക്കെ ശിഷ്യന്മാരായിട്ട് ഒരുപാട് പേര് നമുക്ക് കാണാത്ത ഇടങ്ങളിൽ പോലും ഉണ്ടാകുന്നുണ്ട്. നമ്മളതിനൊന്നും വലിയ പ്രചാരണം കൊടുക്കുന്നില്ല. ഈ മതം അങ്ങോട്ട് വളർത്തിയെങ്കിലേ എനിക്ക് മോക്ഷം കിട്ടൂ എന്നൊന്നും ഈ മതം പറയുന്നില്ല. കുറേ പേര് ഇതിൽ നിന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള വിശ്വാസത്തിലുള്ള ഒരു മതമാണ്. അതിനെതിരെയും പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാത്ത മതമാണ്. എന്നിരിക്കെ അതിനെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണകളുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ, രാഷ്ട്രീയമാണ് വിഷയം, മതപരമായ വിശ്വാസമല്ല. അപ്പോൾ ആ സമുദായത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. വഖഫ് പോലുള്ള പ്രശ്നങ്ങളിൽ നീറി ഉഴലുകയാണ്. അത്തരം ഒരു സന്ദർഭമുണ്ട്. പിന്നെ കൃഷി എന്ന് പറയുന്നത് നഷ്ടമാകുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നഷ്ടം അനുഭവിക്കുന്ന സമുദായം ക്രിസ്തു സമുദായമാണ്. തെങ്ങ് കൃഷി ആയിക്കോട്ടെ, റബ്ബർ കൃഷി ആയിക്കോട്ടെ, കാർഷിക നാണ്യ വിളകളുടെ കൃഷി ആയിക്കോട്ടെ, വമ്പിച്ച നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഈ അധ്വാനിക്കുന്ന മണ്ണിനോട് അടരാടുന്ന ഈ കർഷകർക്ക് വലിയ നഷ്ടം താങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു മതമല്ല, മിഷനറി പ്രവർത്തനവുമല്ല, മറിച്ച് അതിൽ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ച തീർച്ചയായിട്ടും പരിഹരിക്കാൻ കഴിയുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അതിന് പോകുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, അത് ന്യൂനപക്ഷമായിക്കോട്ടെ ഭൂരിപക്ഷമായിക്കോട്ടെ, അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളിൽ അവരെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളത് രാഷ്ട്രീയ തന്ത്രം എന്നതിലുപരി ഒരു ജനസേവകൻ്റെ
പ്രധാനപ്പെട്ട കടമയുമാണ്. ആ കടമയെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്ത് ചോദ്യമാണത്? ആ കടമ അവിടെയും കുഴപ്പം കാണുക. അപ്പം ക്രിസ്ത്യാനികളുമായിട്ട് പോകുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെ എന്തിനു പോകുന്നില്ല, ഇതുകൊണ്ട് പോകുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അതിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ പുറകെ പോവുക എന്നുള്ളതല്ല അവിടെ പ്രശ്നം. ഞങ്ങൾ ഇപ്പോൾ നോക്കൂ, UP-യിൽ PM ആവാസ് യോജന, അവിടെ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കുറവാണെന്ന് നമുക്കറിയാമല്ലോ. അവിടെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഗുണം അനുഭവിച്ചുള്ള കണക്ക് സഹിതം ഇദ്ദേഹം പറയും, എല്ലാം പഠിച്ചിട്ടേ പറയും, ഉള്ളത് ഇസ്ലാം വിഭാഗത്തിൽ നിന്നുള്ള പൗരന്മാരാണ്. അവർ നേടി ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് ഉണ്ടായി. സാമ്പത്തികമായ പിന്നാക്കാവസ്ഥയിൽ നിന്ന് ഉയർന്ന അവസ്ഥയിലേക്ക് അവർക്ക് ഉയരാൻ കഴിയും. PM ആവാസ് യോജന എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വീട് വെച്ച് കൊടുക്കുകയാണ്. സബ്സിഡി ഉണ്ട്. ചേരികളിലെ നമ്മുടെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിച്ച തെരുവോരങ്ങളിൽ നമുക്ക് ചങ്കുപൊട്ടി പോകും കണ്ടു കഴിഞ്ഞാൽ. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഇവർക്ക് ഈ പള്ളിയുണ്ട്, ഇത്രയും വഖഫ് ഫണ്ട്, പ്രതിരോധ സേനയുടെ അത്രയും വഖഫ് ഫണ്ട് അവർക്കുള്ളപ്പോഴാണ് ഈ പാവപ്പെട്ട ആൾക്കാർ റോഡരികിലൊക്കെ കടന്ന് നരകിച്ച് യാതന അനുഭവിക്കുന്നത്. അന്ധവിശ്വാസങ്ങളാൽ ജടിലമായിട്ട് ആഭിചാര കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം നരകമാക്കി ഭൂമിയിൽ മാറ്റുന്നു. നമ്മുടെ നാട്ടിലെ പോലെ അല്ല അവിടുത്തെ സ്ഥിതി. അവരെ മാറ്റിയെടുത്തത് PM ആവാസ് യോജന. ഇന്നവർക്ക് അടച്ചുറപ്പുള്ള വീടുണ്ട്, ഷെൽട്ടറുണ്ട്. പന്നിയും പട്ടിയും പാമ്പും കയറാത്ത വീടുകളിൽ. അതുപോലെ തന്നെ ഗുണ്ടാരാജിൻ്റെ തലസ്ഥാനമായിരുന്നു ബലാത്സംഗികൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത അടച്ചുറപ്പുള്ള വീടുകളുമായിട്ട് അഭിമാനപൂർവ്വം താമസിക്കുന്നു. നല്ല കാര്യം തന്നെ. അവരോട് നമുക്ക് നിർബന്ധിച്ച് പോയി മതം മാറുന്ന പോലെ വോട്ട് മാറാൻ പറയുമോ? പറ്റുമോ? ഇല്ല. അവരവരുടെ പരമ്പരാഗത രീതിയിൽ സമാജ്വാദി പാർട്ടിക്ക് തന്നെ. കാരണം എന്താ? സമാജ്വാദി പാർട്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാം ഈ BJPക്കാർ ഇവിടുന്ന് ഓടിച്ചു കളയും എന്നാണ്. ആ അന്ധവിശ്വാസം മറ്റൊരു അന്ധവിശ്വാസം. അത് ആ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ വീണ്ടും അവർക്ക് തന്നെ വോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ PM ആവാസ് യോജന മുസ്ലിങ്ങൾക്ക് അല്ലാതാക്കിയിട്ടുണ്ടോ? എല്ലാവരും സബ്കെ സാത്ത് എന്ന് പറയുന്ന പോലെ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ മുസ്ലിം സമുദായവുമായിട്ട് ഇപ്പം ക്രൈസ്തവ സമുദായമായിട്ട് നല്ലൊരു അടുപ്പത്തിൽ എത്തിയിട്ടുണ്ട്. ക്രൈസ്തവ അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറയാൻ വേണ്ടി ആ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് സണ്ണി ജോസഫ് ഒന്നും ഇറങ്ങിയാലൊന്നും അത് പിന്നെ തുരത്താൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ കൂടുതൽ അടുക്കാനുള്ളൊരു സാധ്യത ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അത് വലിയൊരു ശരിക്കും പറഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ളൊരു നേട്ടമായിരുന്നേനെയും വഖഫ് ബിൽ അത് ജനങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കുക എന്നുള്ളതാണല്ലോ, ജനങ്ങൾ അംഗീകരിക്കുക എന്നുള്ള അർത്ഥം. ജനങ്ങൾ അംഗീകരിച്ച മട്ടിൽ അത് നടപ്പാക്കി. അതിന് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ശകനം മുടക്കാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ സുപ്രീം കോടതി കൊണ്ടുവന്നിട്ട് ബണ്ടിൽ ഓഫ് കേസസ് അതിവിടെ പറയുന്നുണ്ട്. ആ ബണ്ടിൽ ഓഫ് കേസസിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ കൊടുത്ത കേസ് അവർ സ്വീകരിച്ചിട്ടില്ല. എങ്കിലും പറഞ്ഞിരിക്കുന്നത് വി റെപ്രസെൻറ്റ് ദി ഇസ്ലാം കമ്മ്യൂണിറ്റി ഓഫ് കേരള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെടുത്തിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അംഗീകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കേണ്ടി വരും. കാരണം എന്താ? ജനപ്രാതിനിധ്യം അനുസരിച്ച് ഒരു പാർട്ടിക്ക് ഒരു മതത്തിന് വേണ്ടിയുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞ് മത്സരിക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ അംഗീകാരം കൊടുക്കില്ല, മത്സരിക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങനെയാണ് നിയമം. ഇതങ്ങനെ അക്ഷരത്തിൽ തന്നെ എഴുതി കൊടുത്തിരിക്കുകയാണ്. തെളിവ് ഇതിൽ കൂടുതൽ വേണം. എന്നിട്ടാണ് കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വത്തിലേക്ക് ജയന്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരിടത്ത് സ്വാഗതം അർഹം തന്നെ ഒരു പെൺകുട്ടിയെ കൂടി ഇതര സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നു. പണ്ടിവിടെ ഉണ്ടായിരുന്ന ഒരു യുരാമൻ സ്ഥിരമായിട്ട് മത്സരിച്ച് മലപ്പുറത്ത് വന്ന് ജയിച്ചുകൊണ്ടിരുന്ന, ഓർക്കുന്നുണ്ടോ? അദ്ദേഹം സ്ഥിരമായിട്ട് അവിടെ തന്നെ ജയിക്കുമായിരുന്നു. ദളിത വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിം ലീഗുകാരൻ. അദ്ദേഹം പോയി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി കേരളത്തിലുണ്ടായിട്ടില്ല. അല്ല, ഈ മുസ്ലിം സമുദായവുമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പഴയ കോലിബി സഖ്യം അല്ലേ? കോലിബി സഖ്യം. അതെ, കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ് ഒരുമിച്ച് LDFനെ എതിർക്കാൻ വേണ്ടി ഒരുമിച്ച് മത്സരിച്ചിരുന്നു. അത് മുസ്ലിം ലീഗിന് അങ്ങനെ അയത്തൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. BJP അവരുടെ നിലപാടെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. BJPയെ വിശ്വസിക്കാമെന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരുണ്ട്. കാരണം അവരുള്ള സത്യം തുറന്നു പറയുന്നു. കോൺഗ്രസ് കാപട്യം പറയുന്നു. ഇവരെ പ്രീണിപ്പിക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടാണെന്ന് പറഞ്ഞ് പുറകിൽ കൂടെ പോയി മറ്റേ പണി ചെയ്യുന്നു. അങ്ങനെ പറയുന്ന പരിപാടിയൊന്നും BJPക്കില്ല. അവരുടെ നയനിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നല്ലത് വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കും.
അതാണ് PM. ഈ പിന്നെ നമ്മളെപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പൊതുജനം പറയുന്നതാണ് ഈ CPM-ഉം BJP-യും തമ്മിൽ എന്തോ അന്തർധാരയുണ്ടെന്ന്. അങ്ങനെ ഒരു ചോദ്യവും മാതൃഭൂമി ചോദിക്കുകയുണ്ടായി. അപ്പം അതിന് കൃത്യമായ ഉത്തരം കൊടുത്തു. അത് വെള്ളവും എണ്ണയും കൂടി എങ്ങനെയായിരിക്കും? 100% സത്യസന്ധമായൊരു ഉത്തരവ്. എന്താ കാര്യം എന്നറിയാം? എന്തിനായി BJP വന്നാൽ ഫാഷിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബഹളം ഉണ്ടാകുന്ന CPM? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാഷിസം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി ഏതാ? CPM അല്ലേ? ഒരു MLA അനധികൃതമായിട്ട് ഓഫീസിൽ കയറി അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയ ഉടനെ ഫോറസ്റ്റ് ഓഫീസറുടെ കേസെടുക്കുക എന്നല്ലേ പറയുന്നത്? കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരാളെ വന്യമൃഗങ്ങളെ ആക്രമിച്ച് അതിൻ്റെ പല്ല് സ്വന്തമാക്കിയെന്ന് സംശയമുള്ള ഒരു പ്രതി ആരും ആയിക്കോട്ടെ, എത്ര വലിയവനായിക്കോട്ടെ, നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരില്ലേ? അറസ്റ്റ് ചെയ്തപ്പോൾ ഫോറസ്റ്റ് ഓഫീസറെ സ്ഥലം മാറ്റിക്കൊണ്ട്, അതുപോലെ ജനപ്രതിനിധിയുടെ മകൻ ഇതിൽ കേസിൽ പ്രതിയായെന്ന് അറിഞ്ഞ് അന്വേഷിച്ചെത്തിയ പോലീസിനെ സ്ഥലം മാറ്റിക്കൊണ്ട് കാണിക്കുന്നതിനല്ലേ ഫോറസ്റ്റ് മന്ത്രി എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥിരം ജോലി ഇതാ. CPM-നെതിരായിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അവർ നിങ്ങളെ നിയമം കയ്യിലെടുക്കരുതെന്ന് പറഞ്ഞു പോയാൽ അയാളെ പിടിച്ച് മാറ്റുക. നിയമം കയ്യിലെടുത്ത ആളെയല്ല, നിയമപരമായിട്ട് പ്രവർത്തിച്ച ആളിനെ മാറ്റുക. അതിനുവേണ്ടി വെച്ചിരിക്കുക ഒരു മന്ത്രിയെ. അങ്ങനെ AK ശശീന്ദ്രനെ. ഇനി അടുത്ത മന്ത്രിസ്ഥാനം കൂടെ കിട്ടുമെന്നുള്ള വിചാരത്തിൽ അദ്ദേഹം ഇങ്ങനെ ഇത് പറയുന്നതെല്ലാം ശിരസാ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതപ്പോൾ കേരളം അതല്ലേ ഫാഷിസം? ഇത് ജനാധിപത്യപരമാണോ, ഭരണഘടനാപരമാണോ, നിയമസാധുതയുള്ള നടപടികളാണോ ഇയാൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? ആണോ? പറയൂ, കേരളത്തിലെ ജനങ്ങൾ മനസാക്ഷി പറയട്ടെ. എന്ന് പറയുന്ന പോലെ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും അവകാശം കൊടുക്കാതെ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ശത്രുക്കളെ മുഴുവൻ കൊന്നു സംഹരിച്ച പാർട്ടി ആരാ? തലശ്ശേരിയിലും. അതല്ലേ ഫാഷിസം? ഹിറ്റ്ലറുടെ ഫാഷിസത്തിനേക്കാൾ വലിയ ഫാഷിസം കാണിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് നവ ഫാഷിസ്റ്റാന്നൊക്കെ ഇപ്പോൾ ബേബി പറയുന്നതിനാണ്. കാരണം BJP വന്നു കഴിഞ്ഞാൽ ഇവരുടെ തീർന്നു, അടിവേരറുത്തുപോയി. ബംഗാളിൽ കണ്ടില്ലേ, ത്രിപുരയിൽ കണ്ടില്ലേ? ബംഗാളിൽ BJP ആണോ വന്നതെന്ന് ചോദ്യം വരും. അല്ല, വേണ്ട. പക്ഷേ ഇപ്പോൾ CPM-നെ ഇല്ലാതാക്കും, വേരറക്കും. എവിടെ വന്നിട്ടുണ്ടോ അവിടെ അങ്ങ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അപ്രസക്തമായി തീരും. കാരണം എന്താ? ജനങ്ങൾ പട്ടിണി വിതരണം ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് വികസനം വിതരണം ചെയ്യാനാണ്. ഇന്നില്ല ഇന്ത്യയിൽ ഏത് പൗരനും അദാനി എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണ് കടിച്ചിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏത് പൗരനും അങ്ങനെ വലിയൊരു വ്യവസായിയായി തീരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോൺഗ്രസിൻ്റെ കാലത്തുണ്ടായിരുന്ന ലൈസൻസ് രാജ് എടുത്തു കളഞ്ഞു. അതുപോലെ പാവപ്പെട്ടവനെ പിടിച്ചുയർത്താൻ സ്റ്റാൻഡപ്പ് ഇന്ത്യയുണ്ട്. അതിൽ കൂടെ വരണം, സംരംഭകത്വം വേണം. ഒരു ഗുണമായിട്ട് നമ്മളിൽ ഉണ്ടാവണം. പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് സർക്കാർ ജോലി വേണേ, എനിക്ക് ഗവൺമെൻറ് പഠിപ്പിച്ചു തരണേ എന്നൊന്നും പറയുകയല്ല വേണ്ടത്. തൻ്റെ ഇടത്തോടു കൂടി ഇന്ത്യൻ പൗരനായിട്ട് തല ഉയർത്തി മുന്നോട്ട് വരിക. ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ആ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.